UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ സർവാസ്ത്രങ്ങളും ഉപയോഗിച്ച് UDF പോരാടുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ ഓരോ മണ്ഡലങ്ങളും ഓരോ വോട്ടുകളും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് തങ്ങളുടെ പെട്ടിയിലാക്കാൻ ഓരോ വോട്ടും നിർണായകമായ, ഓരോ നിയോജക മണ്ഡലങ്ങളും അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് UDF ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കോഴിക്കോട് ജില്ലയിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് മത്സരിച്ച് വിജയിക്കുന്ന കൊടുവള്ളി എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഇടമാണ്. കൊടുവള്ളിയിൽ നിലവിൽ കഴിഞ്ഞ തവണ 2021 ഇടത് തരംഗത്തിലും പിണറായി വിജയൻ തരംഗത്തിലും UDF മുസ്ലിം ലീഗിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് ഡോക്ടർ MK മുനീറിനെ മുൻനിർത്തി തിരിച്ചുപിടിച്ച മണ്ഡലമാണ് കൊടുവള്ളി എന്ന് പറയുന്നത്. 6000 വോട്ടിലധികം ഭൂരിപക്ഷത്തിന് MK മുനീർ വിജയിച്ചു കയറിയ മണ്ഡലം നിലനിർത്തുക എന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അതിനെ ആര് മത്സരത്തിനിറങ്ങും, ആര് പോരാട്ടത്തിനിറങ്ങുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ MK മുനീർ ഇനി കൊടുവള്ളിയിൽ മത്സരിക്കാൻ ഉണ്ടാവില്ല എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ മണ്ഡലങ്ങളിലേക്കോ കോഴിക്കോട് സൗത്തിലേക്കോ മറ്റു മണ്ഡലങ്ങളിലേക്ക് ഡോക്ടർ MK മുനീർ മടങ്ങുമെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും മറ്റാളുകളും കൊടുവള്ളിയിൽ നിന്ന് പ്രാദേശികനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. മുൻ MLA VM ഉമ്മർ മാസ്റ്റർ തന്നെ മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി VM ഉമ്മർ മാസ്റ്റർ തന്നെ, പ്രാദേശികമായ ഒരു നേതാവിനെ പരിഗണിച്ചാൽ VM ഉമ്മർ മാസ്റ്റർ തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അല്ലാത്തൊരു സാഹചര്യം പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥികൾ, മറ്റു മണ്ഡലം തേടിയെത്തുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടായാൽ KM ഷാജി അടക്കമുള്ളവരുടെ പേരും കൊടുവള്ളിയിൽ പരിഗണിച്ചു കേൾക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ നേതാക്കന്മാരുടെ ഏറെ ബാഹുല്യമുള്ള മണ്ഡലമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MA റസാഖ് മാസ്റ്റർ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായി തന്നെ ഇടതുപക്ഷത്ത് നിൽക്ക് ഒരു ദിവസം കൊണ്ട് മറുകണ്ഠം ചാടി മത്സരിച്ച കാരാട്ട് റസാഖിനോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വ്യത്യസ്ത ഇടവേളകളിൽ 2026 2016 ഒക്കെ ഇടതുപക്ഷം പിടിച്ചടക്കിയ, ജയിച്ചു കയറിയ ലീഗ് വിമതന്മാരെ മുൻനിർത്തി ഇടതുപക്ഷം വിജയിച്ചു കയറിയ മണ്ഡലമാണ് കൊടുവള്ളി. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ വർഷം ഏതുവിധേനയും ഇടതുപക്ഷം കൊടുവള്ളി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകളും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ജനതാദൾ എസിന്റെ നേതാവ് മാധോലത്ത് അബ്ദുള്ള അടക്കമുള്ള ആളുകൾ, വായോളി മുഹമ്മദ് മാസ്റ്ററെ പോലെയുള്ള ആളുകൾ, കുന്നമംഗലത്തെ MLAയും കൊടുവള്ളി സ്വദേശിയായ PTA റഹീം കൊടുവള്ളിയിലേക്ക് മത്സരിക്കാനെത്തുമെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിന്റെ ശക്തി കേന്ദ്രം കാക്കാൻ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി, അത് പ്രാദേശികനായാലും പുറത്തുനിന്നുള്ള ആളുകളായാലും ഏറ്റവും കരുത്തനായ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മുൻനിർത്തി മണ്ഡലം നിലനിർത്താനുള്ള മുന്നേറ്റങ്ങളും ഒരുക്കങ്ങളുമാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.